ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ബാലമനസ്സിലും അതുപോലെ വെള്ള പേപ്പറിലും നമുക്ക് എന്തു എഴുതാമെന്ന് പറയാറുണ്ട്. കാരണം അത് വളരെ ക്ലിയറാണ്, യാതൊരു കണ്ടാമിനേറ്റഡ് അല്ല, അല്ലെങ്കിൽ യാതൊരുവിധ എന്താ പറയുക, യാതൊന്നിനും അത് വശംവദരായിട്ടില്ല. അത് വളരെ ക്ലിയറാണ്, വേറൊന്നും ഇതിനു മുമ്പ് എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പേജസ് വളരെ ക്ലിയറാണ്, ആ ഹൃദയം വളരെ ക്ലിയറാണ്. ഇന്നത്തെ ഈ ദിവസം ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ബാലമനസ്സിൽ പോലെ, ഒരു വെള്ള പേപ്പറിൽ എഴുതുന്നത് പോലെ ഈ സന്ദേശങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതാൻ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതാൻ, അത് 100, 60, 30 മേനി വിളവ് കായ്ക്കുന്ന വിധത്തിൽ എഴുതുവാൻ തക്ക വിധം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് തെങ്ങോടുന്ന ഷാജി കുര്യനാണ്. താങ്ക് യു ബ്രദർ ഷാജി. കർത്താവെ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ തടിപ്പും വായിലെ പ്രശ്നവും സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിൽഡിങ്ങിന് നമ്പർ ലഭിക്കുവാനും നല്ല വാടകക്കാർ ലഭിക്കുവാനും കൂട്ടത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം മറ്റൊരു സ്പോൺസർ കൂടെയുണ്ട്, മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മിയാണ്. താങ്ക് യു സിസ്റ്റർ വിജയലക്ഷ്മി. കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ലഭിക്കുവാനുള്ള പണം ലഭിക്കുവാൻ, കടഭാരം മാറുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന എൻകൗണ്ടർ നൈറ്റിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ നോക്കി ഒന്ന് ചിരിച്ചേ. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ചിരിക്കാൻ പോലും പറ്റാത്ത മനപ്രയാസത്തിലാണ് ബ്രദറേ എന്ന് പറയുവാണെങ്കിൽ മനഃപൂർവ്വമായിട്ടൊന്ന് പുഞ്ചിരിക്കുക. ആ പ്രശ്നത്തെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഞാൻ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫിലിപ്പീൻസ് എന്ന രാജ്യത്ത് ഒരു ചർച്ചിൽ ഭയങ്കരമായ പെർസിക്യൂഷൻ ഉണ്ടായി. അതിഭയങ്കരമായ പെർസിക്യൂഷൻ ഉണ്ടായി. പീഡനം അഴിച്ചുവിടുകയാണ്. ക്രൈസ്തവ വിരോധികൾ, സുവിശേഷ വിരോധികൾ ജനങ്ങളെ പീഡിപ്പിക്കുന്നൊരു പീഡനം അഴിച്ചുവിടുകയാണ്. എന്നാൽ ഈ പീഡനം അഴിച്ച് വിടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു പ്രത്യേക സീസണിൽ ആ സഭയോട് സംസാരിച്ചു, നിങ്ങൾ സന്തോഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ സൺഡേയും സഭായോഗങ്ങളിൽ, ആരാധനയോഗങ്ങളിൽ തുള്ളിച്ചാടി ചിരിച്ച് സന്തോഷിച്ച ദൈവസന്നിധിയിൽ അവരിങ്ങനെ തിമിർക്കുകയാണ്. അത് ചില നാളുകളോ മാസങ്ങളോ ഇങ്ങനെ അവരിങ്ങനെ മെയിൻ ഫോക്കസ് കർത്താവിൽ സന്തോഷിക്കുക. ഇത് തന്നെ ഭയങ്കരമായ അങ്ങനെ ദൈവത്തിലേക്ക് കിടന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയും അങ്ങനെയുള്ള പാട്ടുകൾ പാടുകയും റിജോയ്സ് ചെയ്യുകയും ജോയ്ഫുൾനെസ്സിൽ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഈ പെർസിക്യൂഷൻ വരുന്നത്. അവരെന്ത് ചെയ്യുന്നറിയാമോ? അതിനെ ചിരിച്ചു തള്ളി. വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഇവർ ചിരിക്കുക, സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് എന്തു പറ്റി? പെർസിക്യൂഷൻ കെട്ടടങ്ങിപ്പോയി. പൗലോസ് ഈവൻ അതിഭയങ്കരമായ പ്രശ്നത്തിലും കാരാഗ്രഹത്തിലും കിടക്കുന്ന സമയത്ത് ജനങ്ങളോട് പറയുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ്. ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുക. റോമലേഖനം 14-17 വചനത്തിൽ പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ഒന്നുമല്ല. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെ ഭക്ഷണം, പാനീയം, ഇതിന് ഫുഡ് ആൻഡ് ഡ്രിങ്ക്, അതിന് ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ആളുകൾ ഏത് സ്ഥലത്ത് വന്നാലും തിന്നുക കുടിക്കുക ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. പൗലോസ് എഴുതുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയമൊന്നുമല്ല. പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമത്രേ. The Holy Spirit is not a spirit of grief or sorrow. The Holy Spirit is a spirit of joyfulness. So the kingdom of God is not a matter of food or drink.
but it is peace, righteousness, peace and joy in the Holy Spirit. പരിശുദ്ധാത്മാവ് ദുഃഖത്തിൻ്റെ ആത്മാവല്ല. ലൈഫ് ചാറ്റിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ, പരിശുദ്ധാത്മാവ് ദുഃഖത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് നിരാശയുടെ ആത്മാവല്ല. ടൈപ്പ് ചെയ്തത്. പരിശുദ്ധാത്മാവ് മ്ലാനതയുടെ ആത്മാവല്ല. The Holy Spirit will never give you a long face. പരിശുദ്ധാത്മ നിറവുള്ള ഒരാൾ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഭാവം അല്ല അത്. The Holy Spirit is a joyful spirit. പരിശുദ്ധാത്മാവ് സന്തോഷത്തിൻ്റെ ആത്മാവാണ്. ദുഃഖത്തിന് നടുവിലും സന്തോഷിക്കാൻ, കണ്ണുനീരിന് നടുവിലും കർത്താവിൽ സന്തോഷിക്കാൻ. പീഡനങ്ങൾ വരുമ്പോൾ അപ്പോസ്തലന്മാരെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 13 ശേഷം താഴേക്ക് വായിക്കുമ്പോൾ അവരെ ഈ അപ്പോസ്തലന്മാരെ അവരെ ഭയങ്കരമായി അടിച്ചു, ചാട്ടയ്ക്കൊക്കെ അടിച്ച് അവരെ പറഞ്ഞു വിട്ടു. മേലിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത്, ആരെയും സൗഖ്യമാക്കരുത് എന്ന് ഗവൺമെൻറ് ഓർഡറാണ്. അങ്ങനെ അവരെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത് തിരുനാമ നിമിത്തം ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടിയതുകൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ അട്ടിയെല്ലാം കൊണ്ട് ഇപ്പം നമ്മളാണ് പുറത്തൊക്കെ ചാട്ട കൊണ്ട് അടിച്ച് ചോര ചീറ്റി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ഭാവം നമ്മളാണെങ്കിൽ നമ്മുടെ മുഖഭാവം എന്തായിരിക്കും? അവിടെ കോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, പുറം മുഴുവൻ അടിച്ച് തകർത്ത് വെച്ചേക്കുക. നമ്മുടെ മുഖഭാവം എന്തായിരിക്കും? പക്ഷെ നമ്മൾ കരഞ്ഞ് തകർന്ന് ദൈവമേ നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയായിരിക്കും പുറത്തേക്ക് വരുന്നത്. എന്നാൽ പത്രോസും യോഹന്നാനൊക്കെ പുറത്തേക്ക് വരുന്നത് ചിരിച്ച് സന്തോഷിച്ച് തുള്ളിച്ചാടി ലോട്ടറി അടിച്ച പോലെ അവർ പുറത്തേക്ക് വരുന്നത്. കാരണം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. കർത്താവ് സഹിക്കുന്ന ഇവർ നേരിട്ട് കണ്ടതല്ലേ, ഒളിച്ചു നിന്നായാലും കണ്ടതല്ലേ. ആ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കാൻ തുടങ്ങി. ചില ഭാര്യമാരോട്, ചില കുഞ്ഞുങ്ങളോട്, വീട്ടിലുള്ള ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ സ്വന്തം വീടിനകത്ത് നിന്ന് ക്രിസ്തുവിനെ പ്രതി, ബൈബിൾ വായിക്കുന്നതിനെ പ്രതി, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനെ പ്രതി ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഭയങ്കരമായി മാനസികമായി പീഡിപ്പിക്കുകയോ ശാരീരികമായി പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചിന്തിക്കണം, കർത്താവിന് വേണ്ടി ഇങ്ങനെയൊക്കെ സഹിക്കാൻ, കുറേ നിന്ദ കേൾക്കാൻ, പരിഹാസം കേൾക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുക. ഓക്കെ, ഇനി ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില വേദനകളുടെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ ആയിരിക്കും. കാരണം നാം തന്നെ ചെയ്യുന്ന ചില പാപപ്രവൃത്തികൾ ദൈവഹിതമല്ലാതെ, ദൈവവചനത്തിന് വിരോധമായി, ദൈവഹിതത്തിന് എതിരായി നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നാമായി തന്നെ ഉളവാക്കിയെടുക്കുന്ന ചില പ്രശ്നങ്ങളും വേദനകളും ഉണ്ട്. അങ്ങനെയുള്ള വേദനകളിലൂടെ ചിലർ പോകാം. നിങ്ങളിപ്പോൾ അങ്ങനെയാണ് പോകുന്നത്, നിങ്ങളായി തന്നെ ചില തെറ്റുകളിലേക്ക് പോയി. അതിൻ്റെ പരിണിത ഫലം, കോൺസിക്വൻസ് എന്ന രീതിയിൽ ചിലതിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില വേദനകൾ ഉണ്ടാകാം. മറ്റു ചിലരുടെ കാര്യങ്ങളിൽ അവരുടെ ചെറുപ്പകാലത്ത്, ഇമ്മച്യൂർ ആയിരുന്ന സമയത്ത്, പക്വതയില്ലാത്ത കാലത്ത്, ഇമ്മച്യൂരിറ്റിയിൽ പലതും ചെയ്തു കൂട്ടി. അതിൻ്റെ തിക്താനുഭവം പിന്നീട് അനുഭവിക്കും. ഉദാഹരണത്തിന്, പഠിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാർ വളരെ പൈസ ചെലവഴിച്ച്, ചിലപ്പോൾ ലോൺ എടുത്ത്, ചിലപ്പോൾ ചില പ്രോപ്പർട്ടിയൊക്കെ ഈടാക്കി കൊടുത്ത്, ബാങ്കിൽ കൊടുത്തൊക്കെയാണ് ചിലരെ പഠിപ്പിക്കാൻ വിടുന്നത്. അങ്ങനെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വിട്ട ശേഷം അവർ ധൂർത്തടിച്ച് കുട്ടികളോട് കിടന്ന് പഠിക്കാതെ വല്ലാത്ത രീതിയിൽ ലൈഫ് മുഴുവൻ സ്പോയിലാക്കി, അതിനുശേഷം നല്ലൊരു ഡിഗ്രി ഇല്ല, നല്ലൊരു വിദ്യാഭ്യാസമില്ല, നല്ലൊരു ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ല, അന്ന് ലോൺ എടുത്തതിൻ്റെ കടം വേറെ കിടക്കുന്നു. ഇങ്ങനെയുള്ള വേദനകളിലൂടെ പോകാം. അതിൻ്റെ ഉത്തരവാദിത്വവും വാസ്തവത്തിൽ നമുക്ക് തന്നെയാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അടുത്ത ചിലതുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനൊരു വേദനയിലൂടെ ഞാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വൈ ദിസ് സീംസ് ലൈക്ക് അൺറീസണബിൾ പെയിൻ.
എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു പെയിനിലൂടെ പോകാം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയില്ല. അൺറീസണബിൾ. എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കർത്താവെ ഞാനിത് അനുഭവിക്കുന്നത്? എൻ്റെ തെറ്റാണ്, എൻ്റെ മാതാപിതാക്കളുടെ തെറ്റാണ്, ആരുടെ തെറ്റ്? നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. ഈ ഭൂമിയിൽ അങ്ങനെയും സംഭവിക്കാം. ഇതിൽ ഫീൽഡ് എക്സ്പേർട്ട് എന്ന് പറയുന്നത് യേശുവാണ്. ഈ ഒരു കാര്യത്തിൽ വേദനകളിലൂടെ പോയ ഇതിൽ ഏറ്റവും ഫീൽഡ് എക്സ്പേർട്ട് യേശുവാണ്. ഗെത്സമനെ തോട്ടത്തിൽ യേശു അനുഭവിച്ചത്, പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തതും, ആ താൻ അനുഭവിച്ച മാനസിക വ്യഥയും, ഒരുപക്ഷെ നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന മനോവേദനയുടെ മില്യൺസ്, ബില്യൺസ്, ട്രില്യൺസ് ഓഫ് ടൈംസ് വേദനയിലൂടെ യേശു ഗെത്സമൻ തോട്ടത്തിൽ പോയി. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ എന്നും ഗെത്സമൻ തോട്ടമാണോ? അല്ല. ഗെത്സമൻ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചു. ഏറ്റവും അവസാനം പ്രാർത്ഥിച്ചു, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. കാരണം തൻ്റെ തെറ്റുകൊണ്ടല്ല താൻ സഹിക്കുന്നത്. സകല മാനവ ജാതിയുടെ, ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും വേദനകൾ തൻ്റെ മേൽ താൻ എടുത്തു. ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ് ആയിട്ട് യേശു മാറുകയാണ്. തൻ്റെതല്ല. ചില സമയത്ത് നാം കാരണം പോലുമല്ല, മറ്റു ചില വ്യക്തികൾ നിമിത്തം. യേശു അങ്ങനെയല്ല സഹിച്ചേ. താൻ കാരണമാണോ? നോ. നമ്മൾ നിമിത്തം, മറ്റു ചില വ്യക്തികളുടെ പാപപ്രവൃത്തികൾ നിമിത്തം അതിൽ പങ്കില്ലാത്ത ഒരാൾ കഷ്ടം സഹിക്കേണ്ടി വരും. അങ്ങനെയും ചില വേദനകളിലൂടെ നിങ്ങൾ പോകാം. ഇനി ഏത് രീതിയിലുള്ള വേദനയാണെങ്കിലും, എന്ത് രീതിയിലുള്ള ട്രബിൾ ആണെങ്കിലും, ചില വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നോട്ടെ. ഒന്ന്, സങ്കീർത്തനങ്ങൾ 34:19 Psalm 34 verse 19. A righteous man may have many troubles, but the Lord delivers him from them all. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അതിൽ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഒരു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകാം. അപ്പോൾ നീതിമാൻ എന്ന് പറയുന്ന പഴയ നിയമത്തിൽ നീതിമാൻ 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 എന്ന് നമ്മൾ വായിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവമേ എന്ന് മാത്രം വിളിച്ച് ജീവിക്കുന്ന ഭക്തന്മാരെയാണ് അന്നത്തെ കാലത്ത് നീതിമാൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കഷ്ടങ്ങൾ എന്താകാം? അസംഖ്യമാകാമെന്ന്. റൈച്ചസ് മാൻ മേ ഹാവ് മെനി ട്രബിൾസ്. അതിൻ്റെ അർത്ഥം അവർ തെറ്റ് ചെയ്തില്ലല്ലോ. മനസ്സിലാകുന്നു? അവർ തെറ്റ് ചെയ്തില്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ നോഹ ആ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനായിരുന്നു. ഇയ്യോബിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൻ നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്. ഒരു ഈവിളായിട്ടുള്ള തെറ്റിലേക്ക് പോകാതെ അത് വിട്ടുമാറി ജീവിച്ചവനാണ്. നിങ്ങളെങ്ങനെയാണ് തെറ്റ് കണ്ടാൽ അത് വിട്ടുമാറി വേറെ വഴിക്ക് വണ്ടി ഓടിക്കുമോ? ആ തെറ്റിലേക്ക് കയറി ചെല്ലുമോ? പാപങ്ങളുടെ അകത്തോട്ട് കയറി പോകുമോ? പാപമാണെന്ന് കാണുമ്പോൾ തന്നെ വണ്ടി വെട്ടിച്ച് വേറെ വഴിക്ക് പോകുമോ? അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. ഒരു പക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. മറ്റു ചില ഉദാഹരണങ്ങൾ പറയുവാണെങ്കിൽ, ചില സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അവര് വിസ്ഡം ഉപയോഗിക്കാതെ വിഡ്ഢിത്തരം കാണിച്ച് ചില ബിസിനസ്സിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. റോങ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തി തെറ്റായ ചില ബിസിനസ്സുകൾ ചെന്നിട്ടു, തെറ്റായ ചില കൂട്ടുകെട്ടുകളിൽ പെട്ടു, തെറ്റായ മദ്യപാനത്തിൻ്റെ രീതികളിൽ ചെന്നുപെട്ടു, തെറ്റായ ബന്ധങ്ങളിൽ ചെന്നുപെട്ടു. പക്ഷെ അത് നിമിത്തം ഈ ഭാര്യയും മക്കളും കുടുംബം മുഴുവൻ സഹിച്ചുകൊണ്ടിരിക്കുക. അവരുടെ തെറ്റല്ല. ഇങ്ങനെയുള്ള വേദനകളിലൂടെ പലരും പോകാം. ഒരു വീട്ടിലെ മകൻ നിമിത്തം അവിടുത്തെ അപ്പനും അമ്മയും കൂടെയുള്ള സഹോദരങ്ങളും എല്ലാം കഷ്ടം സഹിക്കാം. അവരാരും തെറ്റ് ചെയ്തിട്ടില്ല. അവർ നിമിത്തം ഒരു മകൻ പോലീസ് കേസും പ്രശ്നങ്ങളും കൂട്ടുകാരുമായി കഞ്ചാവും ഗുണ്ടായുസൊക്കെ ആയിട്ട് നടക്കുന്നു. ആ ഒറ്റ മകൻ നിമിത്തം ഈ കുടുംബം മുഴുവൻ കഷ്ടം സഹിക്കും.
അവരുടെ തെറ്റല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയും ഒരു കുടുംബം പോകാം. ചെറുപ്പകാലത്ത് ഒരു 10-30 വയസ്സ് വരെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല, ഞങ്ങളുടെ പിതാവിൻ്റെ മദ്യപാനം കൊണ്ട് ഞങ്ങൾ മുഴുവൻ തകർന്നു. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകാം. ഇനി ഒരാൾക്കൊരു രോഗം വന്നു, ആ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ഫാമിലിയുടെ എല്ലാ ഫണ്ടും എല്ലാ പൈസ അതിലേക്ക് ഇറക്കുന്നു. ചിലപ്പോൾ വീട് വിൽക്കുന്നു, വാടക വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ഒരംഗത്തിന് വേണ്ടി ബാക്കിയുള്ളവരെല്ലാം സഹിക്കുകയാണ്. ഇനി ആ അംഗം തെറ്റിയിട്ടൊന്നുമില്ല, ഒരു രോഗം വന്നു പെട്ടു. സോ എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ദുരിതങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പോകാം. ഇതേ സങ്കീർത്തനം 34 സങ്കീർത്തനത്തിന്റെ 19 നമ്മൾ വായിച്ചത്. Psalm 34 verse number 4. 4 വചനം ഒന്ന് എടുത്ത് നോക്കി. I sought the Lord and he answered me. He delivered me from all my fears. ഞാൻ ദൈവത്തെ അന്വേഷിച്ചു, ഞാൻ യഹോവയെ അന്വേഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അവൻ എന്നെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. അപ്പോൾ വലിയ കണ്ണുനീർ കയത്തിലിരിക്കുന്ന കുടുംബങ്ങളോട്, ഒരു വലിയ പ്രയാസത്തെ, ജോലി നഷ്ടപ്പെട്ടു, പ്രോപ്പർട്ടി നഷ്ടപ്പെടാൻ പോകുന്നു, മറ്റു ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ചില കേസുകൾ നടത്തി സാമ്പത്തികം മുഴുവൻ ആ വഴിക്ക് കേസ് നടത്താൻ വേണ്ടി ചോർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിതാവിൻ്റെ മദ്യപാനം, ഒരാളുടെ രോഗം, ഒരാൾ ചെയ്യുന്ന വീട്ടിൽ ഏതെങ്കിലും ഒരാൾ നോട്ടോറിയസ് ആയി, ഒരു കള്ളനായി, ഒരു ക്രിമിനലായി, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത പോലെ നാണക്കേടും മനോവേദനയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലായിപ്പോയി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും ഒക്കെയുള്ള എല്ലാം ഒന്നും പറയാൻ എനിക്ക് സമയമില്ല. പക്ഷേ നിങ്ങളുടെ സാഹചര്യം, അവസ്ഥ എന്താണോ അതങ്ങ് മനസ്സിൽ കാണുക. ഇവിടെ പറയുന്നത് I sought the Lord. ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. രാവും പകലും ഈ അവസ്ഥയിൽ ദൈവത്തെ അന്വേഷിക്കാമോ? എന്നോട് പറഞ്ഞോട്ടെ. ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. സ്വന്തം കാരണത്താലാകാം, മറ്റുള്ളവരുടെ കാരണത്താലാകാം, ഏത് കാരണത്താലാണെന്ന് അറിയാത്ത അവസ്ഥയിലാകാം. ഒരു വലിയ പ്രയാസത്തിലൂടെ, കഷ്ടത്തിലൂടെ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് I sought the Lord. ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ അന്വേഷിക്കാമോ? കണ്ണടച്ചങ്ങ് പ്രാർത്ഥിച്ചോളണം. പണ്ടൊരിക്കലൊരു ദേവദാസൻ പറഞ്ഞത്, വലിയൊരു പ്രശ്നത്തിലൂടെ അദ്ദേഹം പോവുകയാണ്. ആത്മഹത്യ ചെയ്യണോ വേണ്ടേ എന്നുള്ള ആ ഒരു അവസ്ഥയിലിരിക്കുക. അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ചർച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമം വരെ നടത്തി. പക്ഷേ അവിടം വരെ കയറിയപ്പോൾ പെട്ടെന്ന് എന്തിനാ വന്നതെന്ന് മറന്നുപോയി. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചിറങ്ങിപ്പോയി. അങ്ങനെ ദൈവം അദ്ദേഹത്തെ രക്ഷിച്ചു. അദ്ദേഹം പറയുന്നത് ആ ഒരു സീസണിൽ അദ്ദേഹം കണ്ണ് തുറന്നിരുന്ന സമയത്തേക്കാൾ കൂടുതൽ കണ്ണടച്ചിരുന്ന സമയമാണ്. കണ്ണ് തുറന്നാൽ എല്ലാം കൂടി കാണും, ഇത് ചിന്തകൾ വരും. അതുകൊണ്ട് കണ്ണടച്ചിരുന്ന് ദൈവത്തേക്ക് നോക്കിയിരുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് അദ്ദേഹം ഇരിക്കുകയാണ്. അതുകൊണ്ട് ചോദിക്കുന്നത്, ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ അന്വേഷിക്കാമോ? ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കാമോ? ആൻഡ് ഹി ആൻസേർഡ് മീ. അവൻ എനിക്ക് ഉത്തരമരുളും. ദൈവത്തെ അന്വേഷിക്കാമെങ്കിൽ ഈ സാഹചര്യത്തിലും ദൈവം ഉത്തരമരുളും. ഹി ഡെലിവേർഡ് മീ ഫ്രം ഓൾ മൈ ഫിയേഴ്സ്. എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി ഞാനങ്ങ് പ്രവചിക്കുകയാണ്. വല്ലാത്ത ഭയത്തിലൂടെ ഓരോ ദിവസവും പേടിച്ച്, അടുത്ത ഫോൺ കോൾ വരുമ്പോൾ, അടുത്ത പോസ്റ്റ്മാൻ വരുമ്പോൾ, പോലീസ് വരുമോ, ഇന്നയാൾ വരുമോ, ചില ഭീഷണികൾ, ചില ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, ചിലരെ ശാരീരികമായൊക്കെ ചൂഷണം ചെയ്തു, ചില ഫോട്ടോകളോ വീഡിയോകളോ ചിലരുടെ കയ്യിൽ കാണും, അതുകൊണ്ടുള്ള ഭീഷണികൾ, ബ്ലാക്ക് മെയിലിംഗ്. എന്നാൽ ഇവിടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാമെങ്കിൽ ഇപ്രകാരമുള്ള സകലവിധ ഭയങ്ങളിൽ നിന്നും അവൻ വിടുവിക്കുവാൻ ശക്തനാണ്, വിശ്വസ്തനാണ്, സ്നേഹമുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്, കരുണയുള്ളവനാണ് ഈ ദൈവം. ചുരുക്കി പറഞ്ഞാൽ, അതിഭയങ്കരമായ നൊമ്പരങ്ങളിലൂടെ പോകുമ്പോൾ, വേദന കടിച്ചമർത്തുമ്പോൾ, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ ചെയ്യേണ്ടത് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. 116 സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു.
അപ്പോൾ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നും കരച്ചിലാണ്. തോരാതെ തീരാതെ കരയുന്ന സഹോദര സഹോദരി, ആ കണ്ണുനീര് തുടച്ച് അതിനെ ഒന്ന് ഡ്രൈ ആക്കാൻ യേശുവിൻ്റെ വിരലുകൾക്ക് സാധിക്കും, യേശുവിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കും. കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എന്നും കരയുന്ന സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, ആ കണ്ണുനീര് തുടയ്ക്കുന്നൊരു യേശുവിൻ്റെ കരം ഇപ്പോഴേ നിന്റെ മുഖത്ത്, നിന്റെ കണ്ണിൽ, കവിളിൽ വന്നിട്ടുണ്ട്. 2, കാലിനെ വീഴ്ചയിൽ നിന്ന് ഇനിയും ഇടറാതെ വീഴാതെ താങ്ങുവാൻ, കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്ന യേശു നിന്റെ ജീവിതത്തിലുണ്ട്, അടുത്ത് നിൽപ്പുണ്ട്. കയറി പിടിച്ചു. അടുത്തത് പ്രാണനെ മരണത്തിൽ നിന്ന്. ആത്മഹത്യക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന ചിലർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. മനസ്സിൽ ചിലത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആർക്കും പ്രയാസമില്ലാതെ ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം, പോകുന്നത് കൊണ്ടും ഇനി ആർക്കും പ്രയാസമുണ്ട്, അതിനുള്ള എല്ലാ കരുതലോടുകൂടെ പോകാം എന്ന് ചിന്തിക്കുന്ന ചിലർ ഇത് കാണുന്നുണ്ട്. പക്ഷേ പ്രാണനെ, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക, പ്രാണനെ ലെറ്റർ വരെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ റെഡിയാക്കി വെച്ചിരിക്കുക, ഏത് രീതിയിലൂടെ നിന്ന് പോകണമെന്നുള്ളതും കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു യേശു, വീണ്ടും പറയുന്നു, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശു നിന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ടല്ലോ. കയറി പിടിച്ചോ, യേശുവിനെ വിശ്വാസത്തിൽ കയറി പിടിച്ചു. ഞാൻ ഒരു വചനം കൂടി ഒന്ന് വായിച്ചോട്ടെ. 23-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം. Even though I walk through the valley of the shadow of death, I will fear no evil. For you are with me. Your rod and your staff, they comfort me. ഇവിടെ പറയുന്നത് മരണ നിഴലിൻ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പോൾ ചില സമയത്ത് മരണനിഴലിൻ്റെ താഴ്വര എന്ന് വെച്ചാൽ മരണം ഇങ്ങനെ നിഴലിട്ട് നിൽക്കുകയാണ്. അതിലൂടെ പോകുമ്പോൾ മരിച്ചോ, തീർന്നോ, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോകും, തീർന്നു 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 എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പോക്കാണ്. പക്ഷേ I will fear no evil. ഞാൻ അവിടെ പോലും ഭയപ്പെടില്ല. കാരണം പറഞ്ഞിട്ട് for you are with me. അവിടെ നീ എന്നോട് കൂടെ ഉണ്ട്. ഇന്ന് ഏറ്റവും ദുഃഖിച്ച് ഈ കുടുംബജീവിതം മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയും, ഈ ഭാര്യയെ വിശ്വസിക്കാൻ കഴിയും, എങ്ങനെ ഞാൻ മുന്നിലേക്ക് ഈ കുടുംബം പുലർത്തും, ഇനി എങ്ങനെ ഞാൻ ജീവിക്കും, ഇനി എങ്ങനെ പുറത്തിറങ്ങും, എങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ നോക്കും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന വ്യക്തികളോട്, കുടുംബങ്ങളോട് ഞാൻ പറയുന്നു, ദൈവം നിന്നോടുകൂടെ ഉണ്ട്, ദൈവം നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ദൈവം നിന്നോട് കൂടെ തന്നെ ഉണ്ട്. ലൈഫ് ചാറ്റിൽ 1000 പ്രാവശ്യം എല്ലാവരും കൂടി ചേർന്ന് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? The Lord is with me. കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. പറഞ്ഞേ, ടൈപ്പ് ചെയ്തിട, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. 1000 പ്രാവശ്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ലൈവ് ചാറ്റിലിടാം, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. വിശ്വസിക്കുക. എന്നിട്ട് അതിനുശേഷം the rod and your staff they comfort me. ഇടേൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ് റോഡ് ആൻഡ് സ്റ്റാഫ്, വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇതിലൂടെ ഒക്കെ പോയാൽ ഒരു ആശ്വാസം കർത്താവിന് കിട്ടുന്നേ. അതുകൊണ്ട് ജീവിതമൊക്കെ നിർത്താൻ വരട്ടെ, സുല്ലിടാൻ വരട്ടെ, ബ്രേക്ക് ഔട്ടാൻ വരട്ടെ, കയറെടുക്കാൻ വരട്ടെ, വിഷം എടുക്കാൻ വരട്ടെ, ഇലക്ട്രിക് ഷോക്കിലേക്ക് പോകാൻ വരട്ടെ, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. വലിയൊരു ഭാവി തരാൻ, ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നേ. കർത്താവ് തിരുനാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഈ ആസ്മാരോഗ നിമിത്തം ഭയങ്കരമായ വളരെ സ്ട്രോങ് മെഡിസിൻസ് എടുത്തിട്ട് പോലും ബുദ്ധിമുട്ട് മാറുന്നില്ല, ഉറങ്ങാനും പറ്റാത്ത ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മൈഗ്രെയിൻ തലവേദനകൾ വിട്ടുപോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. കൈനീട്ടി പിടിക്കാം. ഏത് രോഗമായിരുന്നാലും ഒരു വലിയ വിടുതൽ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ത്രോട്ടിനകത്തുള്ള ഇൻഫെക്ഷനുകളും രോഗങ്ങളും മാറിപ്പോട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. കർത്താവ് തിരുനാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നു ഇൻ ജീസസ് നെയിം. ആമേൻ. ദയവായി ഇന്നത്തെ
വീഡിയോ ഈ മോർണിംഗ് ഗ്ലോറി റെസ്റ്റ് കൊടുക്കരുത്. ഒത്തിരി പേർക്ക് നിങ്ങളുടെ കോൺടാക്റ്റിൽ എല്ലാവർക്കും അയച്ചു കൊടുത്തേക്കും. അതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ ആ വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഒന്നിടാം എന്ന് മാത്രമല്ല, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ മോർണിംഗ് ഗ്ലോറി ഈ മീഡിയ മിനിസ്ട്രി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സ്പോൺസറാകാൻ, ചാനൽ പാർട്ട്ണറാകാൻ, ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിലെ നമ്പറുകൾ വിളിച്ച് നിങ്ങളുടെ താല്പര്യം അറിയിക്കുക, അല്ലെങ്കിൽ വോയിസ് മെസ്സേജുകൾ ഇടുക ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ നമ്പറിലേക്ക്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഈ ആയുസ്സിൽ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.